ദിനേശ് ചോദിച്ച ചോദ്യത്തിന് കൂടി, പ്രകാശ് ബാബു ചോദിച്ച ചോദ്യത്തിന് കൂടി മറുപടി വേണം അരുൺ. അതായത് ഇപ്പോൾ തങ്കമ്മ എന്ന സ്ത്രീയുടെ കാര്യം പറഞ്ഞു. അവരുടെ ആശുപത്രി ചെലവ് അതവർക്ക് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല, ഡിസ്ചാർജ് ചെയ്തിട്ടില്ല. നേരത്തെ മിംസിൻ്റെ കാര്യം പറഞ്ഞു, ബേബി ഹോസ്പിറ്റലിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെയൊക്കെ ചികിത്സ തേടിയിരിക്കുന്ന 25ഓളം രോഗികളുണ്ട്. ഇവരുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമോ അരുൺകുമാർ? 37 പേർ. ഇല്ല, 37-ൽ 12 പേര് ബീച്ചിൽ ഹോസ്പിറ്റലിലാണ്. ഇവിടെ ബി.ജെ.പിയുടെ ഞാൻ പറയാം, ഈ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ബി.ജെ.പിയുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റാണല്ലോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഈ ദുരന്തമുണ്ടായി, ആ ദുരന്തത്തിന് ശേഷം നടക്കുന്ന ഈ ചർച്ചയിൽ അദ്ദേഹം നിരവധി ആരോപണം ഉന്നയിക്കുന്നു. ഇപ്പൊ അവിടെ ആ ആശുപത്രി അധോലോകത്തിന്റെ കയ്യിലാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സമരം താങ്കളോ താങ്കളുടെ പാർട്ടിയോ ഈ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് നടത്തിയോ? അവിടെ മുഴുവൻ ദുരൂഹതകളാണ് ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സമരം നിങ്ങൾ നടത്തിയോ? സ്റ്റാഫ് പാറ്റേൺ കൃത്യമായി പാലിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു സമരം നിങ്ങൾ നടത്തിയോ? ഇല്ല, ഒച്ചെടുക്കല്ലേ, അല്ല, നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടില്ല. മര്യാദ കാണിക്കരുത് മിസ്റ്റർ, മര്യാദ കാണിക്കരുത്. കുമ്മനടിയും ചന്ദ്രനടിയും മാത്രം തൊഴിലായി നടന്നിട്ട് കാര്യമില്ല. അല്ലല്ല, ഈ കുമ്മനടിയും ചന്ദ്രനടിയും മാത്രം തൊഴിലായി പ്രകാശ് ബാബു ഒരു സമയം തരാം. 1 മിനിറ്റ് സമയം ഞാൻ പ്രകാശ് ബാബുവിന് തരാം. 1 മിനിറ്റ് സമയം ഞാൻ പ്രകാശ് ബാബുവിന് തരാം. 1 മിനിറ്റ് സമയം ഞാൻ പ്രകാശ് ബാബുവിന് തരാം. അരുൺ ആ ചോദ്യത്തിലേക്ക് വരും. ബി.ജെ.പി സമരം ചെയ്താലും ഇല്ലെങ്കിലും അവിടെ NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് കോൺഗ്രസിന്റെയും ആരോപണമാണ്, അത് ബി.ജെ.പിയുടെയും ആരോപണമാണ്. പക്ഷേ എന്റെ പ്രശ്നം അതല്ല. അവിടെ പ്രൈവറ്റ് ആശുപത്രിയിലുള്ള ഇപ്പോഴത്തെ 25 രോഗികൾക്ക് ചികിത്സയുടെ ചെലവ് സർക്കാർ വഹിക്കുമോ? നിപ്പ കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ അനധികൃത പിരിവിനെതിരെ മുഖ്യമന്ത്രി പറഞ്ഞു അനധികൃത പിരിവാണ്, അതിന് അധികാരമില്ല എന്ന്. മെഡിക്കൽ പ്രകാശം ദയവ് ചെയ്ത് ദിനേശും പ്രകാശ് ബാബു ദയവ് ചെയ്ത് നിശബ്ദരാവും. പ്രകാശം ദയവ് ചെയ്ത് നിശബ്ദരാവും. നമ്മുടെ ചോദ്യത്തിലുള്ള മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. മറുപടി. ഇവിടുത്തെ രോഗികൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള തീരുമാനം മന്ത്രിസഭാ യോഗം കൈക്കൊള്ളും. മന്ത്രി സ്ഥലത്ത് വന്ന സാഹചര്യങ്ങളെല്ലാം കണ്ട് ജനങ്ങളോട് പറഞ്ഞു, മന്ത്രിസഭയിൽ അവതരിപ്പിക്കുന്നു, സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒരു രോഗിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. 3 ദിവസത്തിനുള്ളിൽ ICU പഴയതുപോലെ ആക്കുമെങ്കിലും ഇതിനിടയിൽ ജനങ്ങൾക്ക് വന്ന, രോഗികൾക്ക് വന്ന ബുദ്ധിമുട്ട് ഗൗരവമായി അഡ്രസ് ചെയ്യുമെന്നും അത് മന്ത്രിസഭാ യോഗത്തിലും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ട് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള തീരുമാനം വരും. അത് തന്നെയാണ് മുൻകാലങ്ങളിലും അടുത്ത കാലത്തും എല്ലാം ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. ആ തീരുമാനം ഏകപക്ഷീയമായി മന്ത്രിക്ക് പ്രഖ്യാപിക്കാൻ കഴിയില്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം വരും. ഇതൊന്നും ഒരാളെയും ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവില്ല. ഇപ്പൊ എല്ലാ ആരോപണം പോയപ്പോഴാണ് ഇപ്പോൾ അവസാനം വന്നിട്ട് ഈ രോഗികളുടെ ചെലവ് അതൊക്കെ ഈ ഗവൺമെന്റ് എത്രയോ വഹിച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനത്തിന് നിങ്ങളാണ് മിസ്റ്റർ അവാർഡ് തന്നത്. ബി.ജെ.പിയുടെ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇതേ ആരോഗ്യമന്ത്രിയെ ഡൽഹിക്ക് വിളിച്ച് അവാർഡ് തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഈ ഗവൺമെന്റ് സമ്മതിക്കില്ല. അവരെ നെഞ്ചോട് ചേർത്ത് സംരക്ഷിക്കും. അതുകൊണ്ട് തന്നെ ആ രോഗികൾക്ക് കൃത്യമായി ഇന്നലെ നടന്ന സാഹചര്യങ്ങൾ ബോധ്യമുണ്ട്. ഗവൺമെന്റ് സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചതിനെ കുറിച്ച് ബോധ്യമുണ്ട്. മറ്റ് ആശുപത്രികളിൽ പോയും ആ കൃത്യമായിട്ടുള്ള സർവൈലൻസ് ഗവൺമെന്റ് സംവിധാനം നടത്തുന്നതിനെ കുറിച്ച് അവർക്ക് കൃത്യമായി ബോധ്യമുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ ചോദ്യത്തിന് കൃത്യമായി പറയുന്നു, ഗവൺമെന്റ് ഉചിതമായ പോസിറ്റീവായിട്ടുള്ള തീരുമാനം ഒരു രോഗിയും സമയം വാഗ്ദാനം ചെയ്തിരുന്നതാണ്. എനിക്കത് 1/2 മിനിറ്റാക്കി കുറയ്ക്കേണ്ടത് വരുന്നു. എങ്കിലും താങ്കൾ പറയൂ, ഈ ഉത്തരത്തിൽ തൃപ്തനാണോ? മതിയരുൺ, ഈ ബഹുമാനപ്പെട്ട നമ്മുടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി KS അരുൺ ചോദിച്ചു, താങ്കൾ ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ജനുവരി ഫെബ്രുവരി മാർച്ചിൽ എന്റെ നേതൃത്വത്തിൽ നിങ്ങളുടെ അധോലോക സംഘത്തിനെതിരെ നേതൃത്വം വഹിച്ച ഇനിയും ഇത്തരത്തിലുള്ള ദുരൂഹമായ പുക ചുരുളുകൾ ഉണ്ടാവാതിരിക്കട്ടെ. ആശുപത്രിയിൽ രോഗികൾക്ക് നല്ല ചികിത്സ കിട്ടട്ടെ. Debate with Dr. Arun Kumar.